എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സൂമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സൂമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഈ മൊബൈലിൻ്റെ കാര്യം പറഞ്ഞേ അഖിൽ പറഞ്ഞു, ചേച്ചി EMI വെച്ചൊരു മൊബൈൽ എടുക്കുക, അന്നേരം റെഡി ക്യാഷ് കൊടുക്കണ്ടല്ലോ. അതെ, പോന്നിടം വരെ പോട്ടെ, നമ്മളെല്ലാം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ഇൻകം അനുസരിച്ചൊക്കെ നമ്മൾ പ്രവർത്തിക്കണ്ടേ. ഒന്നും നിവർത്തിയില്ലെങ്കിൽ പിന്നെ പുതിയത് എടുത്തേ ആകത്തുള്ളൂ. എത്രത്തോളം പോന്നോ അത്രത്തോളം പോട്ടെ. ഇത്തിരിയൊക്കെ പ്രശ്നങ്ങളുണ്ട് ഇതിൽ, അപ്പം അതൊക്കെ ഇപ്പം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. പിന്നെന്താ, പിന്നെ ഞാൻ പ്രൈസമോൻ അടി കിട്ടിയെന്നും പറഞ്ഞൊരു കമൻറ്റ് ഇട്ടില്ലായിരുന്നോ? ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നോ? അപ്പം എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു. അതിൽ ഞാനത് ഇന്നലെ പറയാൻ മറന്നുപോയി. അത് പിന്നെ 2-3 പേര് പറഞ്ഞു. ഇവിടുത്തെയും ജെനിഫറും പറഞ്ഞ് അവിടുത്തെയും കൊച്ചുങ്ങൾ ഇതുപോലൊക്കെയാണ്. കാരണം നമ്മൾ വീട്ടിൽ പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ മക്കളടുത്ത് പറയാം, ആരെയും അടിക്കരുത്, വഴക്ക് കൂടല്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ നമ്മൾ വിടുന്നത്. അപ്പോൾ അവരതങ്ങ് അനുസരിക്കും. അതുപോലെ ഇവിടുത്തെ കൊച്ചൻ്റെ കാര്യം. അപ്പം ചെമ്പൂന്നൊരു പിന്നെ കമൻറ്റ് അന്നേരം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മോനും അതുപോലെ ആയിരുന്നു, അടി കൊണ്ടുകൊണ്ട് വരും, പിന്നെ വലുതാകുമ്പം കുഴപ്പമില്ല, പിന്നെ അവരങ്ങ് കൂട്ടുകാരാവും എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാനും മുംബൈയിലാണെന്ന് വെച്ചാൽ ചെമ്പൂരാന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ചെമ്പൂരാന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ സെറ്റിലാവാൻ തുടങ്ങിയത്. അപ്പോൾ അവിടുത്തെ സൊസൈറ്റിക്കാരൊക്കെ പറഞ്ഞ് നാട്ടിൽ പോയിട്ട് എന്തോ ചെയ്യാനാ പോകണ്ടെന്ന്. അപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ അത്രത്തോളം സൊസൈറ്റിക്കാരൊക്കെ അങ്ങനെ പറയുവാണെങ്കിൽ സൊസൈറ്റിക്കാരുമായിട്ടൊക്കെ എങ്ങനെ ആയിരിക്കും ഇടപെടുന്നത്. അപ്പോൾ അതൊക്കെ ഞാനന്നേരം ചിന്തിച്ച് നമ്മളെല്ലാവരും അതുപോലൊക്കെ നമുക്ക് ഇല്ല, പണ്ടുള്ളവർ പറയുന്ന പോലെ ദൂരത്ത് കിടക്കുന്ന ബന്ധുവിനേക്കായി നമുക്ക് പ്രയോജനം വരുന്നത് അടുത്ത് കിടക്കുന്ന അയലൊക്കക്കാരാന്ന് പറയുന്ന പോലെ. എനിക്കിഷ്ടമാണ് നെയ്ബേഴ്സുമായിട്ടൊക്കെ നന്നായിട്ട് നല്ല റിലേഷനിലൊക്കെ പോകാനായിട്ട്. എനിക്കിഷ്ടമാണ് അങ്ങനെയൊക്കെ പോകാൻ, എല്ലാവരുമായിട്ടും സഹകരിച്ച് പോകാൻ എനിക്കിഷ്ടമാണ്. ഇരുന്നിട്ടൊരു വാക്ക് വരുന്നില്ല, അതാ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോ പിന്നെ ആ വീഡിയോയിൽ എന്തുകൊണ്ട് റേച്ചാൻ ഡൈ ചെയ്തതിന് പലരും പറഞ്ഞാൽ നല്ലതായിരുന്നല്ലോ, ഇതാരാ സുന്ദരക്കുട്ടനായിരുന്നു ആന്നു. ജയ പറയിട്ട് പറഞ്ഞ എൻ്റെ ചേട്ടനെ പോലെ സുന്ദരനായി. റേച്ചാനെ ഡൈ ചെയ്യത്തില്ല. റേച്ചാൻ ഇപ്പോൾ എത്ര 48 വയസ്സ്. അപ്പോൾ കണ്ടാ പറയാമോ? മൊത്തം അത് കല്യാണ സമയത്തെ നരച്ചതാ, അന്നേ ഡൈ ചെയ്യുമായിരുന്നു. കാരണം ഈ വെള്ളത്തിൻ്റെയൊക്കെ ആയിരിക്കാം. ഈ ബോംബെയിലൊക്കെ വെളിയിലൊക്കെ വരുന്ന കൊച്ചു പിള്ളേർ. ഞാൻ അപ്പം പോളിനോട് പറയടാ, ഇപ്പോഴേ വെളിച്ചെണ്ണയൊക്കെ തലയിൽ തേക്കണം, നമ്മളൊക്കെ ഈ നല്ല കോക്കനട്ട് ഓയിൽ അങ്ങനെ. അതുകൊണ്ടാണെന്ന എൻ്റെ ഒരു ചിന്ത. അങ്ങനെ ആകാനും ആകാതിരിക്കാനും ആയിരിക്കും. വെളിച്ചെണ്ണയൊക്കെ തേക്കുമ്പോൾ ഇത്തിരി ഒരിതുണ്ടല്ലോ. നമ്മളിന്ന് നാട്ടിൽ സ്ഥിരം തലയൊക്കെ കഴുകുമായിരുന്നല്ലോ. ഞാനിവിടെ പിന്നെ വന്ന സമയത്ത് സ്ഥിരം തല കഴുകുമായിരുന്നു. അങ്ങനെ ഈ ക്ലോറിൻ വെള്ളമൊക്കെ ഉപയോഗിച്ചാൽ മുടി മൊത്തം, എനിക്ക് നല്ലതായിട്ട് മുടിയുണ്ടായിരുന്നു. ഇപ്പം മുടിക്ക് കട്ടിയിലൊന്നുമില്ല. അങ്ങനെ റീച്ചാൻ കൊച്ചിലെ നരച്ചതാണ്. പിന്നെ ഒരു കമൻറ്റ്, ഇന്നത്തെ കമൻറ്റ് കണ്ട്, പ്രൈസമോൻ വല്ലതും കഴിക്കുന്ന ഉടനെ പ്ലേറ്റിൽ നിന്ന് കണ്ണെടുക്കത്തില്ല, ഇവിടുത്തെ കൊച്ചുങ്ങളാണെങ്കിൽ TV ചുമ്മാതാ. ഇവനും മൊബൈലിൻ്റെ അകത്താണ്, ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് അങ്ങനെ കുനിഞ്ഞിരുന്ന് ഞാൻ കാണുന്ന സമയത്തൊക്കെ പറയും, ഒരിക്കലും ആഹാരം കഴിക്കുമ്പം മൊബൈൽ കണ്ടുകൊണ്ട് കഴിക്കല്, തന്ന ആഹാരം ബ്ലെസ്സിങ് ചെയ്ത് കഴിക്കണമെന്നൊക്കെ പറയും. അങ്ങനെ ഞാൻ പറയുന്ന സമയത്ത് മാറ്റി വെക്കും. പിന്നെ ഇങ്ങോട്ട് മാറുന്ന സമയത്ത് എത്ര നേരം നമ്മളിങ്ങനെ പറയും, കണ്ടോണ്ടേ കഴിക്കത്തുള്ളൂ. അല്ലാതെ അങ്ങനൊന്നും അല്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ തന്നെ. അപ്പോൾ ആ കമൻറ്റ് തന്നെ ചോദിച്ചാൽ, ഉച്ചയ്ക്ക് കാപ്പി കുടിക്കണമെന്ന് തോന്നിയോ? എനിക്ക് പറഞ്ഞത് മനസ്സിലായില്ല കമൻറ്റ് കറക്റ്റായിട്ട്. ഉച്ചയ്ക്കും കാപ്പി കുടിക്കണമെന്ന് തോന്നിയോ, ദോശ തിന്നണമെന്ന് തോന്നിയാൽ എന്തോ ഒന്നും, ചോറ് റൈസ് ഇല്ലെങ്കിൽ പിന്നെ വിരുന്നുകാർ വന്നാൽ എന്തോ അങ്ങനാണോ ചോദിച്ചതെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഇവിടെ ഞാൻ ഉച്ചയ്ക്ക് അന്ന് പുഴുക്കാണ് കഴിച്ചത്. ഇവർക്ക് ചപ്പാത്തി ഉണ്ട്. ചപ്പാത്തി ഉച്ചയ്ക്കാന്നേലും ഞാൻ ചോറും കറികളും ഉണ്ടാക്കും. കാരണം ഉച്ചയ്ക്ക് അവർ കഴിക്കത്തില്ലെന്നേ ഉള്ളൂ. രാത്രിയിൽ ചോറും കറിയും കഴിക്കും. ചോറും കറിയും ഉണ്ടാക്കും കേട്ടോ. അതുകൊണ്ട് അതന്ന് ഗ്യാസ് പോയ ഇതുകൊണ്ടായിരുന്നു ചോദിച്ചേ. എന്നാലും അന്ന് നമുക്ക് ഇവർക്കൊക്കെ അതുകൊണ്ടങ്ങ് നിൽക്കും. ആരെങ്കിലും വരുവാണെങ്കിൽ പറഞ്ഞിട്ടല്ല വരും. അങ്ങനെ അതെങ്കിൽ പിന്നെ
എന്തായാലും നമ്മൾ ഓർഡർ ചെയ്യും. ഇപ്പം നമുക്ക് ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചോറും കറിയും വെക്കും. അന്ന് 11 മണിയായപ്പോഴേ ഗ്യാസ് പോകുമെന്ന് പറഞ്ഞ് 6 മണിക്ക് 6:45 വന്നത്. പിന്നെ അപ്പോൾ അത്രയും നേരം ചെയ്യാവുന്നുള്ളതൊക്കെ ചെയ്തു. 2 ദിവസം പോകുമെന്ന് പറഞ്ഞായിരുന്നു. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്നും ഈ കാണിക്കുന്ന, ഞാൻ ഈ ഇൻട്രോ പറയുന്ന ഇത് ഇന്ന ഈ വീഡിയോ എടുത്തത് ഞാൻ എടുത്തേ. അപ്പം അന്നും ഗ്യാസ് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണീറ്റെല്ലാം ചെയ്തിട്ട് 11 മണിയാകുമ്പോഴത്തേന് തീരും. അപ്പം ഞാൻ പറഞ്ഞ എന്നാൽ റീച്ചാനും സമയമില്ലല്ലേ, ഈ മലയാട് മീൻ മാർക്കറ്റ് ഉണ്ടല്ലോ, അവിടെ രാവിലെ ഒരു 6 മണി തൊട്ട് 10, 11, 11:30 ആകുമ്പോഴത്തേന് അത് തീരും. പിന്നെ 12 ഒന്ന് കൂട്ടിക്കുക, ഞങ്ങളുടെ ഒരു അറിവ്. അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ടാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ 10, 10:30 ആകുമ്പോൾ ഒന്നീ രാവിലെ പോകണം, അല്ലെങ്കിൽ 10. ഞാൻ പറഞ്ഞ അറിയിച്ചാൽ എന്നാൽ നമുക്കത് പോയി മീനൂടെ വീട്ടിലത്തെ ആവശ്യത്തിന് വേണമായിരുന്നു, ഇച്ചിരി മീനൊക്കെ നോക്കാൻ പാത്രം. അങ്ങനെ എല്ലാം ഒന്ന് രാവിലെ എല്ലാം ഒന്ന് ചെയ്തിട്ട് മാർക്കറ്റിൽ പോയി. അപ്പോൾ ഈ രാവിലെ ചെയ്ത ഒരു പുലാവാ, ഒരു വെറൈറ്റി പുലാവാ കേട്ടോ, ഒന്ന് കാണണേ. ഓക്കെ, അതുപോലെ ഡൗട്ടുള്ള കമൻസൊക്കെ ചോദിക്കണം കേട്ടോ. ഓക്കെ, അതുപോലെ ഒരു കമൻറ്റ് വന്നു, വിജിയുടെ 4 വർഷത്തിന് മുമ്പിട്ടുള്ള ഒരു കസ്റ്റർഡ് സേമിയ പായസം ഉണ്ടാക്കിയെന്നും പറഞ്ഞ്. യോ ഓക്കെ, ഇനി വീഡിയോയിലോട്ട് പോവാം. രാവിലെ കാക്കകളുടെ നല്ല സൗണ്ട്, ഇതൊക്കെ നമുക്ക് നാട്ടിലാന്നേലും കാക്കകൾ അവരുടെ സ്വഭാവം, കേരളം ആന്നേലും ബോംബെ ആന്നേലും അവരുടെ സ്വഭാവം കാണിക്കുന്നുണ്ട്. രാവിലെ എല്ലാവരെയും എണ്ണിപ്പിക്കുക. അപ്പം അതൊക്കെ ഒരു രസമല്ലേ കേട്ട് എണ്ണിക്കുന്നത് തന്നെ. അപ്പം ഞാൻ അടുക്കളയിൽ നിന്നപ്പം ഇങ്ങനെ സൗണ്ട് കേട്ടോണ്ടേ പോയെന്ന് എടുത്തതാണ്. അപ്പോൾ രാവിലെ ഇന്നും ഗ്യാസ് 11 മണിയാകുമ്പം പോവും. അപ്പം പെട്ടെന്നെല്ലാം ചെയ്തിട്ട് ചായ അടപ്പത്ത് വെച്ച് പാല് തിളയ്ക്കാൻ വെച്ചു. കൊച്ചുങ്ങൾക്ക് കുടിക്കാനുള്ളതും ഉണ്ടാക്കിയെടുത്ത് വെക്കുന്നുണ്ടേ. അത് കഴിഞ്ഞ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് സ്വീറ്റ് പൊട്ടറ്റോ ഉണ്ടായിരുന്നല്ലോ, സ്വീറ്റ് പൊട്ടറ്റോയും 2 ചേമ്പൂടെ. ചേമ്പ് ഇവിടെ ഞാനേ കഴിക്കത്തുള്ളൂ. സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ പറഞ്ഞില്ലേ പിള്ളേർക്കുള്ളത്, പ്രൈസം മോനും പറഞ്ഞ് എനിക്ക് ഇത് വേണമെന്ന് പറഞ്ഞാലേ, അതുകൊണ്ട് ഇന്നതങ്ങ് ഉണ്ടാക്കിയതാണ്. ഇവിടെ റീച്ച മാത്രമേ ഉള്ളൂ ഇത് കഴിക്കാത്ത, ബാക്കി എല്ലാവരും കഴിക്കും. അപ്പം എനിക്ക് കഴിക്കാനുള്ള സ്വീറ്റ് പൊട്ടറ്റോ ഞാൻ സ്കിൻ കളയാതെ അരിഞ്ഞിട്ട് കണ്ടിച്ചിട്ടു, ബാക്കിയുള്ളവർക്ക് സ്കിൻ കളഞ്ഞു വിട്ട്. അപ്പോഴത്തേക്കിനൊക്കെ അത് കഴുകി അടപ്പത്തിട്ട്, പിന്നെ അപ്പോഴത്തേക്കിന് ചായയൊക്കെ റെഡിയായി. അപ്പോൾ ചായയൊക്കെ ഒന്ന് ആറ്റിച്ച് എല്ലാവർക്കും ഒന്ന് കുടിക്കാനെടുക്കട്ടെ. ചായയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് ഉച്ചക്കത്തൊക്കെ ഉണ്ടാക്കാനായിട്ട് ചപ്പാത്തി വേണ്ടിയവർക്ക് ചപ്പാത്തി കൊടുക്കാം, അല്ലാതെ ഈ പുലാവ് കഴിക്കുന്നവർക്ക് വേണേൽ പുലാവ് കൊടുക്കാമെന്നുള്ള രീതി. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഇവർ ഡിമാർട്ടിൽ പോകണേ ഒരു ഇത് വാങ്ങിച്ചായിരുന്നു, ചില്ലി ഗാർലിക് പൊട്ടറ്റോ ഷോട്ട്സ് എന്ന് പറയുന്ന ഒരു സാധനം. അപ്പോൾ അത് ഞാനെന്നാ സാധാരണ അതിങ്ങനെ വറുത്ത് നമ്മൾ ചായയുടെ ഒക്കെ കൂടെ ഇങ്ങനെ കഴിക്കുന്നതാ എന്നാ പറയണത്. അപ്പം ഞാൻ ചിന്തിച്ചിന്ന് ഇത് ഇങ്ങനെ ഫ്രൈ ചെയ്തിട്ടേ പുലാവിൻ്റെ അകത്ത് ഇടാമെന്ന്. അപ്പം നല്ലൊരു ടേസ്റ്റ് കിട്ടുമല്ലോ. അപ്പം ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതെല്ലാം കുറേശ്ശെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കണ്ടാൽ നിങ്ങൾ എന്തെങ്കിലും സോയാബീനാന്ന്, പക്ഷേ സോയാ ചങ്ക്സ് അല്ലത്, ഇത് ഇട്ടിട്ട് അപ്പം നമുക്ക് പുലാവാകുമ്പം ഇതിടയ്ക്ക് കഴിക്കുന്നുണ്ടെങ്കിൽ പിള്ളേർക്കാണെങ്കിലും ഇഷ്ടപ്പെടും. ഇതുണ്ടാക്കിയിട്ട് പ്രൈസം മോനാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പോളിനും ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പം ഇങ്ങനെ ഒന്നൊരു വെറൈറ്റി ആയിട്ടൊരു പുലാവ് ഉണ്ടാക്കാമെന്ന് വെച്ച് പെട്ടെന്ന് ഞാൻ ചിന്തിച്ച് ഇന്നാളില്ലേ വെജിറ്റബിൾ പാറ്റീസ് കൊണ്ടുവന്നുണ്ടേ എണ്ണയിലോട്ട് ഇടുന്നുണ്ടേ അതങ്ങ് പൊട്ടി പോകുമായിരുന്നു, ഇച്ചിരി ഒന്ന് സോഫ്റ്റ് ആയപ്പം. അപ്പോൾ ഞാൻ ചിന്തിച്ച് ഇതും അങ്ങനെ കാണാമായിരിക്കുമെന്ന്. പക്ഷേ ഇതങ്ങനെ അല്ലായിരുന്നു. ഇത് എണ്ണയിലിട്ടിട്ട് അതുപോലെ ഇരിക്കുമായിരുന്നു. ഒട്ടും പൊട്ടിയാവട്ടെ ഒന്നും മുറിഞ്ഞു പോകുമോ അങ്ങനെയൊന്നും ചെയ്തില്ല. നമുക്കെല്ലാം കറക്റ്റ് അത് ഇരുന്നത് പോലെ കിട്ടി. അപ്പോൾ ഇച്ചിരി കുറച്ച് സമയം മതി അതൊന്ന് വേവാനായിട്ട്. അപ്പം നമ്മുടെ ഇത് പുഴുങ്ങാനുള്ളത് ഞാൻ അപ്പുറത്ത് ഇട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഓരോ 2 ട്രിപ്പ് ഉണ്ടായിരുന്നു. ആ ഒരു പാക്കറ്റ് എത്ര രൂപയായിരുന്നു എന്ന് എനിക്കറിയത്തില്ല. ഈ റേച്ചാനും പോളൂടെ പോയപ്പോൾ അന്ന് വാങ്ങിച്ചതാണ്. അവരൊക്കെ പോവുകയാണെങ്കിൽ ഇതൊക്കെയാണ് നോക്കി വാങ്ങിക്കുന്നത്. ഞാനായിരുന്നെങ്കിൽ വാങ്ങിക്കുന്നത്. നിങ്ങൾ നിൽക്കുമോ ഈ വിജി ഇത്ര കഞ്ചൂസാണോ? കഞ്ചൂസിൻ്റെ അല്ല, ഞാനിങ്ങനെയുള്ളതൊന്നും അങ്ങനെ വാങ്ങിക്കാൻ പോകത്തില്ല. അന്നേരം പോള് വന്നവിടെ അടുത്ത് വന്ന് നിന്നിട്ട് പറയും, മമ്മി ഞാനൂടെ ഇടട്ടെ മമ്മി, ഞാനൂടെ. അവരുടെ ഒന്നാമത് എനിക്ക് സമയമില്ല, നീ ഇങ്ങനെ ഇടുന്നത്. ഞാനിങ്ങനെ കൈ കൊണ്ട് പറക്കിയിട്ടാണ് അവനൊരു അതിശയം. ചോദിച്ചാൽ മമ്മിയുടെ കൈ പൊള്ളുന്നില്ലയോ എന്ന്.
ഞാൻ ഉരുളി വെച്ച് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ടതിന് ശേഷം സവാള, ഇച്ചിരി ക്യാരറ്റ്, ക്യാപ്സിക്കം, പച്ചമുളക്, മട്ടർ ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ബേ ലീഫ് ഒന്നും എല്ലാം ഇടാൻ മറന്നുപോയി. അപ്പം ഞാൻ പിന്നെ ഒരിച്ചിരി ഷാജീര അങ്ങോട്ട് നടുക്കോട്ട് ഇട്ട് കൊടുത്ത് പിന്നെ 2 ഏലക്കയും കൂടെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഈ പോളിന് ഏലക്ക ചേർക്കുന്നത് ഇഷ്ടമല്ല. അവൻ പറയും മമ്മി ഏലക്ക ഇടല്ലേന്ന്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് വാടി വന്നോണ്ടേ ഇതിൻ്റെ അകത്തൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്നിട്ട് ഞാൻ ബിരിയാണി മസാലയല്ല ചേർത്തത്, ചിക്കൻ മസാല. അതിൻ്റെ അകത്ത് തന്നെ കുരുമുളകുണ്ട്. അതൊക്കെ ഇത്തിരി മുഴുവനേ കിടക്കുക, പൊടിയായിട്ടൊന്നുമല്ല. ഏലക്ക ഇതെല്ലാം അതിൻ്റെ അകത്തുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഇട്ടിട്ടൊന്ന് ഇച്ചിരി ഒന്ന് ആ മസാലയെല്ലാം ഒന്ന് മൂക്കാനായിട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഞാനിവിടെ 1 കിലോ അരി എടുക്കുന്നുണ്ട്. അതൊന്ന് കഴുകി അരമണിക്കൂർ ഞാൻ വെള്ളത്തിൽ ഇട്ടതിന് ശേഷം കഴുകി വാരി വെച്ചതാണ്. അത് കുറച്ച് നേരം ഒന്ന് ഇതിൻ്റെ അകത്തിട്ടൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ആ വെള്ളമൊക്കെ ഒരു ഇച്ചിരി ഒന്ന് വറ്റിയുണ്ടേ 1 കപ്പ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും, അപ്പോൾ ചോറിനൊക്കെ വേണ്ടിയായിട്ടുള്ള ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇച്ചിരി നെയ്യൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് തിളക്കട്ടെ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എല്ലാവർക്കും പുഴുക്കൊക്കെ കൊടുത്ത് ഉപ്പ് നീര് ഉടച്ച് ഞങ്ങൾ ഉപ്പ് നീര് ഉടയ്ക്കുന്നതെന്നാണ് പറയുന്നത്. പച്ചമുളക് ഡാഡിക്ക് ഇവർക്കൊന്നും പച്ചമുളക് അങ്ങനെ വേണ്ട. അവർക്ക് ഇച്ചിരി വെളിച്ചെണ്ണയിൽ ഇത്തിരി ഉള്ളി കൊടുത്താലും ഡാഡി കഴിക്കാറില്ല. ഉപ്പും നീരൊക്കെ ഒഴിച്ച് അത് കൊടുത്താൽ അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം പെട്ടെന്നാണ് ഞാൻ പറഞ്ഞത് വെച്ചാൽ എന്തോ അതിന് ജോലി 11 മണിക്ക് മുമ്പിട്ട് ജോലി തീരുമല്ലോ. പിന്നെ വെറുതെ ഇരിക്കുന്നില്ല, നമുക്കൊന്ന് മീൻ നോക്കിയിട്ട് വരാമെന്ന് കുറേ നാളുകൊണ്ട് ചിന്തിക്കുമെന്ന് പോകണമെന്ന്. അപ്പം അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും അങ്ങനെ ബാക്കിയുള്ള പുഴുക്കിൻ്റെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കിന് എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ചിട്ട് ഞാൻ തീ ഓഫാക്കി ഇട്ടിട്ടാണ് പോയത്. അത് തിളച്ച് കഴിഞ്ഞ് തീ ഓഫാക്കി ഇട്ടിട്ടാണ് മാർക്കറ്റിൽ പോയത്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് നോർമൽ സൗണ്ട് അങ്ങ് വെക്കുക കേട്ടോ. നിങ്ങൾ ഇനി ഇയർഫോൺ വെച്ചിട്ടുണ്ടെങ്കിൽ സൗണ്ട് ഒന്ന് ഇത്തിരി കുറയ്ക്കണേ. അവനെന്തിനാ OTP ചോദിച്ചത്? हुआ कहा तो क्या कोई उठा लेगा? हम उठा लेंगे पहले सब उठाए नहीं बैठ के तो हम लेके आए। छोटा वाला 200 का से बेचा हूँ। ना चल बांगड़ा कैसे? 2500 एक ही वाटा अच्छा पन्ना लांडी नहीं ज्यादा आ रहा ना पाँचकोड़ी है। बांगड़ा कैसे? 2, 4, 6, 10 എണ്ണം. ये किती ले? 200 काय बोलो? ഇത് 100. अय्या या मेल्यांचं पाणी किलो कोण टाकला माहिती. मी काय 150 ला देऊ? 150 ला होणार? फिक्स आहे का? फिक्स आहे. 800 बचे. ए ये कैसे है? कौन सा? അതാന്ന് തോന്നുന്നു ബറ്റ അല്ല മോത. അപ്പം നമ്മൾ സ്ഥിരം വാങ്ങിക്കുന്ന മീൻകറി ഈ കേരയൊക്കെ വരുവാണെങ്കിൽ അച്ചാറിടാൻ ഈ പുള്ളിക്കാരൻ്റെ നിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ കയ്യിൽ സാദാ ചൂരയും കേരയുടെ കുഞ്ഞുങ്ങളായിരുന്നുള്ളത്. എന്നിട്ട് ആ വലിയ 2 മീൻ കണ്ടോ, അതെന്തോ മീനാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത്
ഒരെണ്ണം ഈ ഇരിക്കുന്നത് 1000 രൂപയും. അപ്പം നമ്മൾ വില ചോദിച്ചോണ്ടേ വേറൊരെണ്ണം എടുത്ത് വെച്ച് അത് 1200. അപ്പം വിലയുള്ള മീനാകുമ്പം പുള്ളിയെടുത്ത് ചോദിച്ചോണ്ടേ പറഞ്ഞ് മുള്ളൊന്നും അങ്ങനെ ഇല്ല. അപ്പം നെയ്മീൻ്റെ ടൈപ്പാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ എനിക്കറിയത്തില്ല ഇതാണോ ഇനി മോതയെന്നും എനിക്കറിയത്തില്ല. അപ്പം നല്ല മീൻ ദാണ്ട് ആ എടുത്ത് വെച്ചത് 1200. बांगड़ा जैसा काट रहा है ये कितना बोले 1200 അന്നേരം അത് നല്ല മീനായിരിക്കും. पत्तल है एक का പുള്ളിയെടുത്ത് അതിൻ്റെ വില ചോദിച്ചെണ്ണേ പുള്ളി ആ എടുത്ത് വെച്ച ഒരെണ്ണം 1200 ഈ ഒരെണ്ണം 1000. അതേത് മീനാണെന്ന് എനിക്കും അറിയത്തില്ല. നിങ്ങൾക്കെങ്ങാനും അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറയണേ. അപ്പോൾ ഇത് അയല 10 200 രൂപ. അപ്പോൾ ഈ സമയം ഞങ്ങൾ പോയണ ഒരു 11 10:30 കഴിഞ്ഞ് 10:45 ആകാറേ അവിടെ എത്തിയുണ്ടേ. അന്നേരം കുറച്ച് പേരൊക്കെ അടച്ചു കെട്ടി പോയി. ഈ സമയത്തൊക്കെ ഈ വേറെ ഇവിടുന്ന് ആൾക്കാർ മീനൊക്കെ ഈ മീൻകാരൊക്കെ ഈ ലോക്കൽ മീൻകാരൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അപ്പം വണ്ടിക്കകത്തൊക്കെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും അങ്ങനെയൊക്കെയുള്ള ബഹളമായിരുന്നു. പക്ഷെ അയല നല്ലതായിരുന്നു. ഞാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ 2 ചൂര വാങ്ങിച്ച്, വെള്ളച്ചൂരയല്ല കറുത്തെ. അപ്പം മത്തി അപ്പോൾ ഈ ഒരടകയിൽ മാത്രമേ മത്തിയുള്ളൂ, വേറെ എങ്ങുമില്ല മത്തി. ഒരിടയ്ക്ക് മൊത്തം മത്തിയായിരുന്നു. ഇപ്പം മത്തിയുടെ ഇത് വരക്കം നിന്നെന്ന് തോന്നുന്നു. എന്നിട്ട് ഞങ്ങളങ്ങ് അകത്തോട്ട് പോയി നോക്കിയില്ല. ഇത്രയും നമുക്കിപ്പം ആവശ്യമുള്ള മീൻ വാങ്ങിച്ചു. അപ്പോൾ റീച്ചാൻ പറഞ്ഞു എന്നാൽ അയലയും കൂടെ ഒക്കെ വാങ്ങിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞാൽ 2 ചൂരയും നേരത്തെ ഇച്ചിരി മീൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാൻ സ്ഥലം വേണ്ടേ, ഈ മത്തിയും കൂടെ വാങ്ങിക്കാം. പിന്നെ ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഞാൻ ചിന്തിക്കുമായിരുന്നു, എന്നെ പറഞ്ഞാൽ എന്നെ ചാടിക്കും. റീച്ചാനാവുന്നേം പറഞ്ഞ് അയലയും കൂടെ വാങ്ങിയിരുന്നു. റീച്ചാനോട്ട് കഴിക്കത്തില്ല. എന്നാലും വീട്ടിൽ പിന്നെ കാണുമല്ലോ 2-3 ഉണ്ടെങ്കിൽ പിന്നെ എപ്പോഴും മീനേന്നും പറഞ്ഞ് നമുക്ക് നടക്കണ്ടല്ലേ. മീൻ കറി ഉണ്ടെങ്കിൽ പിന്നെ പിള്ളേർക്കാന്നേലും ചോറിൻ്റെ അകത്ത് ഒഴിച്ചാൽ ഒരു കറിയായി. അതുകൊണ്ടാണ് ഈ മീൻ ഇങ്ങനെ വാങ്ങിക്കുന്നത്. അപ്പോൾ ചൂരയും ഈ മത്തിയും വാങ്ങിച്ചു, അയല വാങ്ങിച്ചില്ല. അല്ലെങ്കിലും എനിക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ സ്ഥലവും അങ്ങനെ ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത് വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വന്നു. രണ്ടെണ്ണം 400 പറഞ്ഞു, 300 രൂപയ്ക്ക് കിട്ടി. ഇതിപ്പം മത്തി 25 എണ്ണം 200 രൂപ. അപ്പം മത്തി ഇവിടുത്തെ വിരക്കം നിന്നു. ഇത് രത്നഗിരിന്ന് വന്ന മത്തിയാണെന്നാണ് പറയുന്നത്, രത്നഗിരിന്ന്. അപ്പം ചില സമയത്തൊക്കെ നമുക്ക് ഇന്നാൾ ഞാനിങ്ങനെ മീനിൻ്റെ ഇത് കാണിച്ചോണ്ടേ എനിക്കൊരു കമൻറ്റ് വന്നു, അയ്യോ അവിടെയൊക്കെ നല്ല ലാഭത്തിൽ മീൻ കിട്ടുമല്ലോ എന്ന്. ചില സമയത്തൊക്കെ നമുക്കിങ്ങനെ മീൻ കിട്ടും ലാഭത്തിൽ. ചില സമയത്ത് ഇവിടെയും വിലയൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്നിപ്പം കിട്ടിയത് നല്ല കുഴപ്പമില്ല, ലാഭത്തിലാണ് കിട്ടിയത്. അത് വെള്ളച്ചൂരയല്ല, കറുത്തതാണ്. അതുകൊണ്ടാണ് അങ്ങനെ കിട്ടിയത്. വെള്ളയാണെങ്കിൽ ഇത്രയും കൂടെ വില വരും. ഇല്ലായിരുന്നു വെള്ള ഉണ്ടായിരുന്നു, കുഞ്ഞുങ്ങളായിരുന്നു അതിൻ്റെ. അപ്പോൾ ഈ മത്തി നല്ല ഫ്രഷ് മത്തിയാണ്. ഇനിയിപ്പോൾ ഞാൻ ഇപ്പോൾ ഒന്നും നിൽക്കുന്നില്ല. എൻ്റെ വാല് കണ്ടിട്ടുപോലെ എനിക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പറ്റും. मार के दम नहीं है क्या? ये नीचे रखना। നിങ്ങൾ പറ, ഇങ്ങനെയാന്ന് ഓരോ മനുഷ്യനെ വാല് വെട്ടുന്നത്? കൈ മുറിഞ്ഞാൽ എന്തോ ചെയ്യും ഒരു മനുഷ്യൻ? ഒരു മനുഷ്യൻ രണ്ട് മനുഷ്യനാവും. പോടാ പോ നീ എന്തോ പഠിച്ചടാ ഞങ്ങൾ പോയ സമയത്ത്? നിങ്ങൾ ഇമോജി ഇടണേ, ചിരിക്കാൻ ഇമോജി. മമ്മിയുടെ ജോക്ക് കേട്ടിട്ട്
അപ്പോൾ അവൻ വന്ന് എന്നെ ഓരോന്ന് ഞാൻ അങ്ങനെ വാല് കണ്ടിച്ചേന് കൈ പോവും ഒരു മനുഷ്യൻ ചെയ്യുന്ന കണ്ടോ എന്നൊക്കെ വന്ന് എന്നോട് വന്ന് പിന്നെ മജാക്കടിച്ചിട്ട് പോയേ അവൻ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഇത് തിളച്ച് വെള്ളം കുറച്ച് വറ്റാറാണ് ഓഫാക്കിയിട്ടിട്ടാണ് പോയത്. അപ്പം വന്നുണ്ടേ നല്ല. അപ്പം ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാൻ കറക്റ്റ് വെള്ളമായിരുന്നു അതിന് ഒരു കപ്പിന് 2 കപ്പ് വെള്ളം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്നേലൊന്ന് കുഴഞ്ഞിട്ടൊന്നുമില്ല. ഇനിയിപ്പം നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കേ. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയില ഇല്ലായിരുന്നു. അന്നേരം നമ്മൾ ആ വറുത്ത പൊട്ടറ്റോ ബോൾസ് കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഇപ്പോൾ ഇത് വേണ്ടിയവർക്ക് ഇത് കൊടുക്കാം, ചപ്പാത്തി വേണ്ടിയവർക്ക് ചപ്പാത്തി കൊടുക്കാം. ഗ്യാസ് 11 മണിക്ക് പോയില്ല, അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പോയത്. ഒന്ന് മേലൊക്കെ കഴുകി ഡ്രസ്സ് മാറി വാഷിങ്ങിന് തുണിയിട്ട് ഗ്യാസ് ഇപ്പോഴാണ് വന്ന് ഓഫായി. ഇത്രയും നേരം ഓഫായില്ലായിരുന്നു. ഇപ്പോഴാണ് വന്നവർ ഇവിടെ ഓഫാക്കിയിട്ട് പോയി. ഡിമാർട്ടിൽ നിന്ന് സോപ്പ് പൗഡർ കൂടെ വാങ്ങിക്കണേ കേട്ടോ. ഡിമാർട്ടിൽ നിന്ന് സോപ്പ് പൗഡർ വാങ്ങിക്കണേ. ഫ്രൈസിന് ഈ പുലാവ് ഇങ്ങനെയൊക്കെ ഉള്ളത് അവന് ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഈ ബിരിയാണി റൈസ് എങ്ങനെ കൊടുത്താലും അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അവൻ പറഞ്ഞ് എനിക്ക് ഇച്ചിരി കഴിക്കാൻ ടേസ്റ്റ് ചെയ്യാൻ താന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് അവന് കൊടുത്തതാണ്. അങ്ങനെ അവിടെ ഒരു നാൾ അത് കഴിക്കുക. അപ്പം ഇത് പിന്നെ പിറ്റേ ദിവസത്തേക്കിനുണ്ടായിരുന്നു. അവന് അത് തന്നെ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. കാരണം രാവിലെ ഒന്നും അങ്ങനെ കഴുകാൻ പറ്റിയില്ലല്ലേ. അപ്പോൾ ഇന്നത്തെ ചന്തപ്പോക്കും പുലാവുണ്ടാക്കലും എല്ലാം ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ അല്പമെങ്കിലും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടണോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതുകൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ. സീ യു.